വടക്കുപുറത്തുപാട്ടിന്റെ പ്രാരംഭ ചടങ്ങ് കാൽനാട്ട് കർമ്മത്തോടെ സമാരംഭിക്കുന്നു. പാട്ട് തുടങ്ങുന്നതിന് 41 ദിവസം മുൻപ് പ്രസ്തുത ചടങ്ങിന് ഏകദേശം 20 അടി ഉയരവും 35 വണ്ണവുമുള്ളതായ പ്ലാവ് കാൽനാട്ട് കർമ്മത്തിനായി ഉപയോഗിക്കുന്നു. കാതലുള്ളതും കേടില്ലാത്തതും കായ്ഫലമുള്ളതും ദീപം കാണുന്നിടത്ത് നിൽക്കുന്നതുമായ വൃക്ഷം ഇതിനായി കണ്ടെത്തുന്നു. കാൽനാട്ട് ദിവസം രാവിലെ ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം വെളിച്ചപ്പാട് ക്ഷേത്ര തന്ത്രിയിൽ നിന്നും പൂജിച്ച വാളും ചിലമ്പും ഏറ്റുവാങ്ങി പ്ലാവ് നിൽക്കുന്ന സ്ഥലത്തേക്ക് യാത്രയാവുന്നു. ഭക്തജനങ്ങൾ നാമജപത്തോടെ വെളിച്ചപ്പാടിനെ അനുധാവനം ചെയ്യുന്നു. വൈക്കം കോട്ടയം റൂട്ടിൽ ഏകദേശം 2 കിലോമീറ്റർ കിഴക്കുമാറി ചാലപ്പറമ്പ് കൊണ്ടനാട്ട് ഭവനത്തിൽ നിന്നുമാണ് ഈ വർഷത്തെ കാൽനാട്ടിനുള്ള ലക്ഷണമൊത്ത പ്ലാവ് കണ്ടെത്തിയത്. മരം നിൽക്കുന്ന സ്ഥലത്തെത്തിയ വെളിച്ചപ്പാട് തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് 3 പ്രാവശ്യം മരത്തിൽ വെട്ടി മരം മുറിക്കുന്നതിനുള്ള അനുവാദം നൽകുന്നു. തുടർന്ന് പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങൾ എടുത്ത ഭക്തന്മാർ ഒന്നിച്ചുകൂടി മരം വെട്ടിയെടുത്ത് ഭൂമിയിൽ സ്പർശിക്കാതെ തോളിലേറ്റി ആഘോഷപൂർവ്വം ക്ഷേത്രത്തിലെത്തിക്കുന്നു. ഫെബ്രുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5:30-നും 6-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ ശ്രീ CP നായർ ഈ വർഷത്തെ വടക്കുപുറത്തുപാട്ട് മഹോത്സവത്തിനുള്ള കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. തന്ത്രി പ്രമുഖനായ ബ്രഹ്മശ്രീ മേക്കാട്ട് ഹരിദത്തൻ നമ്പൂതിരി പ്ലാവിൽ ദേവീ സാന്നിധ്യം വരുത്തുന്നു. വടക്കുപുറത്തുപാട്ടിനോടനുബന്ധിച്ച് ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകൾ നടത്തുന്നു. കാൽനാട്ടുകർമ്മം നടക്കുന്ന ദിവസം രാവിലെ ക്ഷേത്ര ബലിക്കൽപുരയിൽ പുലിയാവിളക്ക് തെളിക്കുന്നു. തുടർന്ന് വടക്കുപുറത്തുപാട്ട് അവസാനിക്കുന്നവരെ ഇവിടെ പ്രത്യേക പൂജാ നൈവേദ്യങ്ങൾ നടത്തുന്നു. വടക്കുപുറത്തുപാട്ടിനോടനുബന്ധിച്ച് 27 ദിവസം നീണ്ടുനിന്ന വിശേഷാൽ കോടിയർച്ചനയും നടത്തപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലെ തന്ത്രിമാരും താന്ത്രിക പ്രമുഖരായ ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ കിഴക്കനേടത്ത് മേക്കാട്ട് നാരായണൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 51-ൽ പരം താന്ത്രിക പ്രമുഖന്മാർ 27 നക്ഷത്രങ്ങളിൽ ശ്രീ വേദസാര ശിവസഹസ്രനാമം ജപിച്ച് ലോക നന്മയ്ക്കും ഭക്തജന ശ്രേയസിനുമായി ആശ്രിതവത്സലനായ തിരുവൈക്കത്തപ്പന് കോടിയർച്ചന നടത്തി. ഈ കർമ്മങ്ങൾക്കായി പ്രതിദിനം ഏകദേശം 35 പറ പുഷ്പങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി. ആയത് ദിനംപ്രതി തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്നും എത്തിച്ചുകൊണ്ടിരുന്നു. 1977-ലെയും 1989-ലെയും വടക്കുപുറത്തുപാട്ടിനോടനുബന്ധിച്ചും കോടിയർച്ചന നടത്തപ്പെട്ടിരുന്നു. ഇതോടുകൂടി 3 തവണ കോടിയർച്ചന നടത്തുന്ന ഏക ക്ഷേത്രം എന്ന ബഹുമതി വൈക്കം ക്ഷേത്രത്തിന് മാത്രമായി. ഗ്രഹനായ നമഃ. ഓം വിരാമായ നമഃ. ഓം സിദ്ധാന്തായ നമഃ. ഓം മഹീധരായ നമഃ. ഓം പ്രതിഷ്ഠായ നമഃ. ഓം മഹോത്സാഹായ നമഃ. ഓം പരമാർത്ഥായ നമഃ. ഓം ശിശവേ നമഃ. ഓം പ്രാംശവേ നമഃ. ഓം കപാലിനേ നമഃ. ഓം സഹജായ നമഃ. ഓം സന്ധ്യാനാഥായ നമഃ. ഓം ദളഘാദിനേ നമഃ. ഓം സംഗ്രാമായ നമഃ. ഓം സുരേശായ നമഃ. ഓം ശുചിഭാസ്മനേ നമഃ.
ഇതിനോടനുബന്ധിച്ച് ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത കലാകാരന്മാരുടെ കലാപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാവിരുന്നിന് മാർച്ച് 13 വൈകിട്ട് പ്രശസ്ത നർത്തകി ഡോക്ടർ നീന പ്രസാദ് തിരുവനന്തപുരം അവതരിപ്പിച്ച മോഹിനിയാട്ട കച്ചേരിയോടുകൂടി കലാമണ്ഡപത്തിൽ തുടക്കം കുറിച്ചു. ശരണം തരണം ദുരിതം നീങ്ങാൻ എന്നാളും തുമ്പിമുഖീശ്വര അറിവും തരണം വിഘ്നങ്ങളകലാനെന്നാളും ഗണപതി ഭഗവാൻ ശരണം തരണം ദുരിതം നീങ്ങാൻ എന്നാളും തുമ്പിമുഖീശ്വര അറിവും തരണം